പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നവഗ്രഹങ്ങളിൽ ഭൗതിക സുഖത്തിൻ്റെ കാരകനായ ശുക്രൻ്റെ ചാരവശാലുള്ള സ്വന്തം ക്ഷേത്രം ഇടവൻ രാശിയിലേക്കുള്ള മാറ്റം. ആ മാറ്റം എപ്രകാരം മേടം മുതൽ 12 രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. ശുക്രൻ മാറുമ്പോൾ നാം ഒരു കാര്യം ആലോചിക്കണം. ശുക്രനും വ്യാഴവും ജ്യോതിഷത്തിൽ ആചാര്യഗ്രഹങ്ങളാകുന്നു. വ്യാഴം ദേവാചാര്യൻ, ശുക്രൻ അസുരാചാര്യൻ. ആത്മീയമായ സുഖത്തിൻ്റെ പൂർണ്ണതയാകുന്നു വ്യാഴം. എന്നാൽ ഭൗതിക സുഖത്തിൻ്റെ മെറ്റീരിയൽ ആയി ബന്ധപ്പെടുന്ന ജീവിതത്തിൻ്റെ എല്ലാ ഭാഗധേയവും നിർണ്ണയിക്കുന്ന ഗ്രഹമാകുന്നു ശുക്രൻ. 2 ആചാര്യഗ്രഹങ്ങളെ സ്പർശിച്ചു. 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും ഹോരാചാര്യർ ഒരു ഫലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശാസ്ത്ര കുതുകികളായ ജ്യോതിഷ പ്രേമികൾ, ജ്യോതിഷ വിദ്യാർത്ഥികൾ, ഗുരുനാഥന്മാർ ഇപ്രകാരം മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ഗുരുക്കന്മാർ നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നു. 4-ാം ഭാവത്തിൽ വ്യാഴം വന്നാലും സുഖി, സുഖം അസ്യ അസ്തി സുഖി, ഇയാൾ സുഖത്തോടു കൂടിയിരിക്കുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ആ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ ഗ്രഹമാകുന്നു. അദ്ദേഹത്തിന് കിട്ടുന്നത് ആത്മീയമായ സുഖമാണ്. ശുക്രനാണെങ്കിലോ സുഖി എന്നാൽ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ്. ഇതാണ് ഹോരാചാര്യർ ഓരോ ഫലവും പറയുമ്പോഴും ആദ്യം തന്നെ ജ്യോതിഷപ്രേമികളായ വ്യക്തികൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം. ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ച ശാസ്ത്രപ്ലവം പ്രാരഭേ. ഹോരയാകുന്ന മഹാസമുദ്രം കടക്കുവാൻ ബുദ്ധിമുട്ടുള്ള നിങ്ങൾക്ക് ഞാനിതാ ഒരു തോണിയാണ് നൽകുന്നത്. ശാസ്ത്രമാകുന്ന പ്ലവം തോണി, കടന്നു പോകണം നിങ്ങൾ. അത് എങ്ങനെയുള്ള ഹോരയാകുന്നു? സ്വൽപ്പമാണ്. ലോകത്തിലെ എല്ലാ സന്ദേശങ്ങളും 360ഓളം ശ്ലോകങ്ങളിൽ അദ്ദേഹം ഒതുക്കി. വൃത്തവിചിത്രം, പല വൃത്തങ്ങളാണ്. അർത്ഥവിചിത്രം, പല അർത്ഥങ്ങളുമുണ്ട്. നിങ്ങളത് മനസ്സിലാക്കി കൊള്ളണമെന്നർത്ഥം. ആ ഒരു മനസ്സിലാക്കലാണ് ഞാനിപ്പോൾ പറഞ്ഞ 4-ാം ഭാവത്തിൽ വ്യാഴം നിന്നാലും ശുക്രൻ നിന്നാലും സുഖി എന്ന വാക്കിന് അർത്ഥം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 2025 മിഥുനമാസം 15 മുതൽ കർക്കിടക മാസം 5-ാം തീയതി വരെയുള്ള 26 ദിനങ്ങളിലാണ് ശുക്രൻ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇംഗ്ലീഷ് തീയതി പ്രകാരം 2025 ജൂൺ 29-ാം തീയതി മുതൽ 2025 ജൂലൈ മാസം 25-ാം തീയതി വരെയുള്ള 26 ദിനങ്ങൾ. ഇനി നമുക്ക് പരിശോധിക്കാം, ഈ ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വരുമ്പോൾ എന്തൊക്കെ ശുഭാശുഭ ഫലങ്ങൾ എൻ്റെ ഓരോ രാശിക്കാർക്കും അനുകൂലമായി വരുമെന്ന ശുഭാശുഭ ചിന്തകൾ. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹമാകുന്നു മകരൻ രാശി. ഇവിടെ മകരൻ രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് 5-ാം ഭാവത്തിലാണ്. ഏറ്റവും നല്ല ഭാവമാണ്. അവരുടെ സന്താന വിഷയങ്ങൾ, അവരുടെ പ്രതിഭ, ബുദ്ധി, തീരുമാനങ്ങൾ, വിവേകങ്ങൾ, നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ്, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ വളരെ നന്നായി നിൽക്കുന്നു. ഈ സമയത്ത് ഗർഭം ധരിക്കാൻ സ്ത്രീകൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. സുപുത്രേപിക്കും യസ്യ ശുക്രോന്ന പുത്രേ പ്രയാസേന കിമ്യോ എന്ന സമ്പാദിതാർത്ഥ. 5-ൽ ശുക്രനുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കിയിട്ട് എന്ത് കാര്യം? നല്ല മക്കളുണ്ടായിട്ടില്ലെങ്കിൽ എന്ത് കാര്യം? അതിനാൽ നല്ല സന്താനങ്ങൾ ഉണ്ടാവും. അവരുടെ വിദ്യാഭ്യാസത്തിനോ യാത്രക്കോ ഒക്കെ കാശ് മുടക്കുക, ഉപരിപഠനത്തിന് കാശ് മുടക്കുക, നല്ല നന്മയുള്ള മനസ്സുണ്ടാവുക. ഇത് ഏറ്റവും രചനാപരമായ കഴിവുള്ള ഒരു രാശിയാണ് മകരൻ രാശി. ശ്രീ യേശുദാസ് ദാസേട്ടനൊക്കെ മകരൻ രാശിയാണ്. അദ്ദേഹത്തിന് മകരം ഉത്രാടം നക്ഷത്രമായി, മകരൻ രാശി മകരൻ ലഗ്നമായി ചന്ദ്രനും ശുക്രനും കൂടി ഒന്നിച്ച് നിൽക്കുന്നു. ഒരു നല്ല രാജയോഗം, കേന്ദ്ര ത്രികോണാധിപന്മാരുടെ രാജയോഗമാണ് അദ്ദേഹം ശുഭ്രവസ്ത്രം ധരിച്ചപ്പോഴും നല്ല പുഞ്ചിരിയോടുകൂടി നിൽക്കുന്നത്. അതിനാൽ എഴുത്തുകാർക്ക് നല്ലതാണ്, അവരുടെ ഭാവന വികസിക്കാൻ നല്ലതാണ്. ഇത് കർമാധിപൻ കൂടിയാണ്. പുത്തൻ ജോലിയിൽ അങ്ങേയറ്റം പ്രമോഷൻ, അനുകൂലസ്ഥിതി ഒക്കെ വരും. ആർക്ക്? മകരം രാശിക്കാർക്ക്. ഉത്സാഹിക്കുക നന്നായി. ശുക്രൻ്റെ മന്ത്രം ചൊല്ലുക. പ്രത്യേകിച്ച് വിദ്യ വേണ്ടവർ സരസ്വതി മന്ത്രം ജപിക്കണം. ഓം സം സരസ്വത്യൈ നമഃ എന്ന മന്ത്രം വളരെയധികം സപ്പോർട്ട് ചെയ്യും മകരം രാശിക്കാർക്ക്. എല്ലാ മകരം രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു 26 ദിവസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.